ഹായ് ഫ്രണ്ട്സ്, മണ്ണുത്തി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിന്നെ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് പാക്കിംഗ് ആണ് കേട്ടോ. ഫസ്റ്റ് ഇൻഡോർ പ്ലാന്റ്സ് ആയിരുന്നു. അഗ്ലോണിമയുടെ ഒരു സെറ്റ് നമ്മൾ പാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. DDDസിലാണ് നമ്മൾ അയച്ചത്. അപ്പോൾ ഈ ഫുൾ പ്ലാന്റ്സ് നമുക്ക് പ്രൊഫഷണൽ വഴിയാണ് കസ്റ്റമർ ഓർഡർ തന്നിരിക്കുന്നത്. രത്നഗിരിയാണ്, മഹാരാഷ്ട്ര രത്നഗിരിയിലേക്കാണ് ഓർഡർ. ഒരു 15 പ്ലാന്റ്സ് ഉണ്ട്. 3 വെറൈറ്റിയാണുള്ളത്. ഒക്കെ ജാക്കിൻ്റെ വെറൈറ്റീസ് തന്നെയാണ്. ഫസ്റ്റ് വെറൈറ്റി AVRക്ക് ജെയിൻ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നമുക്ക് കമ്പാരിറ്റീവ്ലി സാധാ ജാക്കിനേക്കാളും കുറച്ചും കൂടി ബിഗ് സൈസ് വരുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് തന്നെ ഭയങ്കര ഡിഫറെൻ്റാണ്. വലിയ ലീഫാണ് ഇതിൻ്റെ വരുന്നത്. 550 ആണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇപ്പോൾ ഒരു കസ്റ്റമർ 5 AVRക്കാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാം 1.5 അടി സൈസ് വരുന്ന പ്ലാന്റാണ്. ഫ്രൂട്ടിങ് ടൈം 3 വർഷമാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഉള്ളത് സീഡ്ലെസ്സിൻ്റെ പ്ലാന്റാണ്, ഗംലെസ്സാണ്. ഇതും 5 പ്ലാന്റാണ് വരുന്നത്. ഇത് നമ്മുടെ റേറ്റ് 170 ആണ് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസ് ആണ് ഒരു 1 ഫീറ്റ് വരെ സൈസാണ് ഗംലെസ്. പക്ഷേ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് ഈ ഒരു വെറൈറ്റിക്ക്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് വിയറ്റ്നാം സൂപ്പർ എർലി. വിയറ്റ്നാം സൂപ്പർ എർലി 1.5 ആണ് ഇതിൻ്റെ ഫ്രൂട്ടിങ് ടൈം വരുന്നത്. അധികം പ്ലാന്റ് കുറച്ച് ഹൈറ്റ് പോയാലും ഇതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാവുന്നത് താഴ്ഭാഗത്താണ്. ഇതും റേറ്റ് വരുന്നത് 170 ആണ്. ഈ കസ്റ്റമർക്ക് ടോട്ടലി 15 പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഓരോന്ന് റിമൂവ് ചെയ്തിട്ട് ഓരോ കവറിലാക്കണം. റിമൂവ് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് കാട്ടി തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയധികം പ്ലാന്റ്സ് റിമൂവ് ചെയ്ത് അധികം സോയിൽ നമ്മൾ കളഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നനഞ്ഞ കൊക്കോപ്പീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്ലാന്റ്സും ഇതുപോലെ കവറിലാക്കി ടാഗൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ 15 പ്ലാന്റ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ്. ട്രീറ്റ് ചെയ്തൊക്കെ ചകിരിച്ചോറാണ് കേട്ടോ. പോയ വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒരു നനവ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പ്ലാന്റ് നനച്ചിട്ടാണ് സോയിൽ കുറച്ച് റിമൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതുകൊണ്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് എങ്ങനെയൊരു 3 or 4 ഡേയ്സ് പിടിക്കുന്നത് ഡെലിവറി ആവാൻ വേണ്ടിയിട്ട്. എല്ലാ പ്ലാന്റ്സും ഇങ്ങനെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന് നമ്മൾ ഓരോന്നും ബോക്സിലേക്ക് ടാഗ് ചെയ്ത് വെക്കുകയാണ്. ഓരോ പ്ലാന്റ്സ് നമ്മൾ പാക്ക് ചെയ്യണം കേട്ടോ. ഇതുപോലെ ബോക്സിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് നമ്മളിത് പ്ലാന്റ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓരോ പ്ലാന്റ്സ് ആ ഗ്യാപ്പ് നോക്കിയിട്ട് വെച്ച് പോകും.